ജ്ഞാനേശ്വരി ഭഗവത്ഗീതയുടെ ജ്ഞാനേശ്വര ഭാഷ്യം അധ്യായം 12 ഭക്തിയോഗം. ഓം ശ്രീ പരമാത്മനേ നമഃ. ശ്രീമദ്ഭഗവദ്ഗീത അഥ ദ്വാദശോऽധ്യായഃ. ഭക്തിയോഗഃ. പരിശുദ്ധനും ഔദാര്യവാനും ശിഷ്യന്മാർക്ക് ആനന്ദം ചൊരിഞ്ഞുകൊടുക്കുന്നതിൽ അദ്വിതീയനുമായ അല്ലയോ ഗുരുനാഥ, അങ്ങയുടെ കൃപാകടാക്ഷം വിജയിക്കട്ടെ. വിഷയസുഖങ്ങളാകുന്ന വിഷപ്പാമ്പിൻ്റെ ദംശനമേറ്റ് മൂർച്ഛിക്കുന്ന ഒരുവൻ അങ്ങയുടെ കൃപാദൃഷ്ടിയുടെ സഹായം കൊണ്ട് മൂർച്ഛയിൽ നിന്ന് മോചിതനാവുന്നു. സംസാര ജീവിതത്തിലെ സങ്കടങ്ങളും താപത്രയത്തിൽ നിന്നുണ്ടാകുന്ന താപവും അങ്ങയുടെ പ്രസന്നഭാവമാകുന്ന അലകൾക്കിടയിൽപ്പെട്ട് നശിച്ചു പോകുന്നു. അല്ലയോ അമ്മേ, അനുഗ്രഹീത കാരുണ്യമേ, അങ്ങയുടെ ഭക്തന്മാരെ അഷ്ടാംഗയോഗത്തിൻ്റെ ആനന്ദാനുഭൂതിയിൽ കൂടി ആത്മസാക്ഷാത്കാരത്തിൻ്റെ അഗ്രിമസ്ഥാനത്തെത്തുന്നതിന് സഹായിക്കുന്നു. അങ്ങ് അവരെ മൂലാധാര ചക്രത്തിലധിഷ്ഠിതമായ കുണ്ടലിനി ശക്തിയുടെ മടിയിലിരുത്തി ഹൃദയത്തിൻ്റെ തൊട്ടിലിലാട്ടി ഉറക്കുന്നു. ആത്മപ്രകാശം കൊണ്ട് അവർക്ക് ദീപാരാധന നടത്തുന്നു. ചിത്തസംയമനവും പ്രാണനിയന്ത്രണവുമാകുന്ന കളിപ്പാട്ടങ്ങൾ അവർക്ക് കളിക്കാൻ കൊടുക്കുന്നു. ആത്മസുഖത്തിൻ്റെ ബാലോചിതമായ ആഭരണങ്ങൾ അവരെ അണിയിക്കുന്നു. സോമബിംബ പ്രകാശത്തിൻ്റെ അസാധാരണ സുധ നൽകി അനാഹത ശബ്ദത്തിൽ താരാട്ടുപാടി സമാധി സ്ഥിതിയുടെ കഥകൾ പറഞ്ഞ് അവരെ ഉറക്കുന്നു. ഇപ്രകാരം അങ്ങ് എല്ലാ സത്യാന്വേഷികളുടെയും അമ്മയാണ്. അതാണ് എൻ്റെ ആശ്രയസ്ഥാനം. ഞാൻ അതിൻ്റെ തണലിൽ നിന്ന് ഒരിക്കലും അകന്നു പോവുകയില്ല. അപ്രകാരമുള്ള അമ്മേ, എൻ്റെ ഗുരുവിൻ്റെ കൃപാകടാക്ഷമേ, അവിടുത്തെ കാരുണ്യം ലഭിക്കുന്ന ഏവനും ലോകത്തിലുള്ള എല്ലാ വിദ്യകളുടെയും സ്രഷ്ടാവായി തീരുന്നു. ആകയാൽ സമ്പന്നയായ മാതാവേ, അവിടുത്തെ ഭക്തന്മാർക്ക് ആഗ്രഹ നിവൃത്തി കൊടുക്കുന്ന കൽപ്പവൃക്ഷമേ, ഈ സാഹിത്യ സൃഷ്ടി നടത്തുന്നതിന് എനിക്ക് അനുജ്ഞ നൽകിയാലും. എൻ്റെ വാക്കുകളിൽ നവരസങ്ങളുടെയും സാഗരം നിറയട്ടെ. മനോഹരമായ അലങ്കാരങ്ങളുടെ രത്നഖനികൾ സൃഷ്ടിക്കപ്പെടട്ടെ. ഗഹനമായ ഗീതാരഹസ്യത്തിൻ്റെ പർവ്വതനിരകൾ ഉയരട്ടെ. എൻ്റെ മാതൃഭാഷാ ഭൂവിൽ സ്വർണഖനികൾ വെട്ടിത്തുറക്കപ്പെടട്ടെ. അവിടെ വിവേകവല്ലരികൾ നട്ടുപിടിപ്പിക്കപ്പെടട്ടെ. അവിടെ ഗഹന തത്വവിചാരങ്ങളുടെ നിരന്തര സംവാദമാകുന്ന കനികൾ ധാരാളമായി കായ്ക്കുന്ന വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കപ്പെടട്ടെ. നിരീശ്വരവാദമാകുന്ന കന്ദരം നശിപ്പിക്കപ്പെടട്ടെ. താർക്കികൻ്റെ കുതന്ത്രങ്ങൾ പൊളിച്ചെറിയപ്പെടട്ടെ. ദുഷ്ടമൃഗങ്ങളാകുന്ന കുബുദ്ധികൾ അവിടെ നിന്ന് വിരട്ടിയോടിക്കപ്പെടട്ടെ. എല്ലായ്പ്പോഴും കൃഷ്ണൻ്റെ പാദങ്ങളിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിൻ്റെ ദിവ്യമായ ഗുണഗണങ്ങളെ വർണ്ണിക്കുന്നതിനും അത് ശ്രവിക്കുന്ന ശ്രോതാക്കൾക്ക് ആനന്ദ സാമ്രാജ്യം ലഭിക്കുന്നതിനും ഇടയാകട്ടെ. മറാത്തി ഭാഷാസാഗരത്തിൽ ആത്മജ്ഞാന സമ്പത്തിൻ്റെ ആധിക്യം ഉണ്ടായിരിക്കട്ടെ. ലോകം മുഴുവനും ബ്രഹ്മസുഖം മാത്രം കൈകാര്യം ചെയ്യപ്പെടട്ടെ. അല്ലയോ അമ്മേ, നീ എന്നെ മാറോടണച്ചാൽ നിന്റെ സ്നേഹാധിക്യത്തിൻ്റെ ഊഷ്മാവിൽ ഞാൻ എല്ലാം സാധിക്കാം. ശിഷ്യൻ്റെ അഭ്യർത്ഥന കേട്ട ഗുരു കാരുണ്യപൂർവ്വം ജ്ഞാനേശ്വരനെ വീക്ഷിച്ചിട്ട് പറഞ്ഞു, ഇനിയും നിന്റെ സംസാരം ദീർഘിപ്പിക്കാതെ ഗീതാർത്ഥത്തെ പറ്റിയുള്ള പ്രഭാഷണം നടത്തുക. ഇത് കേട്ട ജ്ഞാനേശ്വരൻ സന്തുഷ്ടനായി. അദ്ദേഹം പറഞ്ഞു, അങ്ങ് എനിക്ക് നൽകിയ ഒരു വലിയ ബഹുമതിയാണിത്. ഞാൻ അതീവ സന്തുഷ്ടനായിരിക്കുന്നു. അത്യധികമായ ആനന്ദത്തോടെ ഗീതാ സംവാദം തുടരാം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. അർജുന ഉവാച ഏവം സതതയുക്തായേ ഭക്താസ്ത്വാം പര്യുപാസതേ യേ ചാപ്യക്ഷരമവ്യക്തം തേഷാം കേ യോഗവിത്തമാഃ. ചില ഭക്തന്മാർ സാകാരനായ അങ്ങയെ നിരന്തര സ്മരണയോടുകൂടി എവിടെയും കണ്ടു ഭജിക്കുന്നു. ചില ഭക്തരാവട്ടെ നാശരഹിതവും നിരാകാരവുമായ ബ്രഹ്മത്തെ ഉപാസിക്കുന്നു. ഇതിൽ ആരാണ് ശ്രേഷ്ഠരായ യോഗജ്ഞന്മാർ? വീരപരാക്രമിയും കൗരവവംശത്തിൻ്റെ ജേതാവുമായ പാണ്ഡുപുത്രൻ ചോദിച്ചു, ഭഗവാനെ, ഞാൻ പറഞ്ഞതൊക്കെ അങ്ങ് കേൾക്കുകയുണ്ടായോ? അപൂർവമായ അങ്ങയുടെ വിശ്വരൂപ ദർശനം എന്നെ ഭീതിപ്പെടുത്തി. ഞാൻ അങ്ങയുടെ
മാനുഷരൂപവുമായി ചിരപരിചിതനായിരുന്നതിനാൽ അതിൽ ശരണം പ്രാപിച്ചു. എന്നാൽ ഞാൻ അപ്രകാരം ചെയ്യാൻ പാടില്ലെന്ന് അങ്ങ് എനിക്ക് മുന്നറിയിപ്പ് നൽകി. അങ്ങ് വ്യക്തവും അവ്യക്തവുമായ രൂപങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് നിസ്സംശയമാണ്. ആദ്യത്തേത് ഭക്തിമാർഗത്തിൽ കൂടിയും മറ്റേത് യോഗാനുഷ്ഠാന മാർഗത്തിൽ കൂടിയും പ്രാപിക്കാവുന്നതുമാണ്. വ്യക്തവും അവ്യക്തവുമായ അങ്ങയുടെ സ്വരൂപഗേഹത്തിൻ്റെ വാതിൽക്കലേക്ക് നയിക്കുന്ന 2 വഴികളാണിത്. നോക്കുക, 100 തോല തൂക്കം വരുന്ന ഒരു സ്വർണ്ണക്കട്ടിയുടെ ശുദ്ധി 1 തോല മാത്രം തൂക്കം വരുന്ന ഒരു സ്വർണ്ണക്കഷ്ണത്തിനും ഉണ്ടാകുന്നതാണ്. അപ്രകാരം പരിമിതവും അപരിമിതവുമായ ഒരു വസ്തുവിന് ഒരേ മൂല്യം തന്നെ ഉണ്ടായിരിക്കും. ഒരു സുധാസാഗരത്തിലെ അമൃതിൻ്റെ അതേ ശക്തി അതിൻ്റെ തിരയിൽ നിന്ന് കോരിയെടുക്കുന്ന ഒരു കൈക്കുമ്പിൾ സുധയ്ക്കും ഉണ്ടായിരിക്കും. ഇത് എൻ്റെ അനുഭവത്തിൽ കൂടിയുള്ള വിശ്വാസമാണ്. ആകയാൽ എനിക്ക് അങ്ങയോട് പ്രത്യേകമായി ഒന്ന് ചോദിക്കാനുണ്ട്. അങ്ങ് കുറച്ച് സമയത്തേക്ക് കൈകൊണ്ട വിശ്വരൂപം അങ്ങയുടെ യഥാർത്ഥ സ്വരൂപമാണോ, അതോ അത് അങ്ങയുടെ ദിവ്യ ശക്തിയുടെ ഒരു പ്രകടനം മാത്രമായിരുന്നോ? എല്ലാ കർമ്മങ്ങളും അങ്ങയിൽ അർപ്പിച്ച് അങ്ങയെ പ്രാപിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യമായ ലക്ഷ്യമെന്ന് കരുതി എല്ലാ സങ്കല്പങ്ങളും അങ്ങയുടെ ഭക്തിയിൽ നിമഗ്നമാക്കി സാകാര രൂപത്തിൽ അങ്ങയെ ഉപാസിക്കുന്നവരുണ്ട്. അവർ ഹൃദയത്തിൽ അങ്ങയെ മാത്രം പ്രതിഷ്ഠിച്ചുകൊണ്ട് പല വിധത്തിലും അങ്ങയെ ഭജിക്കുന്നു. ഇതേ സമയത്ത് അനുപമവും അവാച്യവും അനശ്വരവും അദൃശ്യവും അഗോചരവും അതീന്ദ്രിയവും കാലദേശങ്ങൾക്കതീതവും പ്രണവമന്ത്രമായ ഓംകാരത്തിൻ്റെ പോലും സീമകൾക്ക് അപ്പുറത്തുള്ളതുമായ അങ്ങയുടെ നിരാകാര ഭാവത്തെ ഞാൻ ബ്രഹ്മമാകുന്നു എന്നുള്ള അവധാരണയോടെ ഭജിക്കുന്ന ജ്ഞാനികളായ ഉപാസകരുമുണ്ട്. ഭഗവാനെ, ഇപ്രകാരം സാകാരഭാവത്തിലും നിരാകാരഭാവത്തിലും അങ്ങയെ ഉപാസിക്കുന്ന 2 കൂട്ടരിൽ ആരാണ് ശ്രേഷ്ഠരെന്ന് ദയവായി പറഞ്ഞാലും. അർജുനൻ്റെ ചോദ്യം കൃഷ്ണന് നന്നേ ബോധിച്ചു. അദ്ദേഹം അരുളി, അർജുന, നീ ശരിയായ ചോദ്യം ചോദിച്ചിരിക്കുന്നു. ശ്രീ ഭഗവാനുവാച മയ്യാവേശ്യ മനോ യേ മാം നിത്യയുക്താ ഉപാസത്തെ ശ്രദ്ധയാ പരയോപേതാഃ തേ മേ യുക്തതമാ മതാഃ. ആരൊക്കെയാണോ മനസ്സിനെ എന്നിൽ പൂർണ്ണമായി ഉറപ്പിച്ച് നിരന്തര സ്മരണയോടും പരമശ്രദ്ധയോടും കൂടി എന്നെ ഉപാസിക്കുന്നത് അവരാണ് ഉത്തമ യോഗികൾ എന്നത്രേ എൻ്റെ അഭിപ്രായം. ശ്രീ ഭഗവാൻ തുടർന്നു, അല്ലയോ പാർത്ഥ, പശ്ചിമ ചക്രവാളത്തിലേക്ക് സൂര്യൻ പ്രവേശിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ രശ്മികളും അദ്ദേഹത്തോടൊപ്പം പോകുന്നു. വർഷകാലത്ത് നദി ജലം കൊണ്ട് നിറയുന്നു. അതുപോലെ എന്നെ ആരാധിക്കുന്ന എൻ്റെ ഭക്തന്മാർക്ക് എന്നിലുള്ള വിശ്വാസം കൂടി കൂടി വരുന്നു. ശക്തമായി ഒഴുകുന്ന ഗംഗാനദി സമുദ്രത്തിലെത്തിച്ചേർന്നാലും അതിൻ്റെ ഒഴുക്കിൻ്റെ വേഗത മുന്നത്തെ പോലെ തുടരുന്നു. അതേവിധം എൻ്റെ ഭക്തന്മാർ ഞാനുമായി തന്മയീഭവിക്കുമ്പോഴും അവരുടെ ഭക്തിയും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഈ ഭക്തന്മാർ അവരുടെ ചിത്തം എന്നിലുറപ്പിച്ച് ദിനരാത്രങ്ങളെന്ന ഭേദമില്ലാതെ എന്നെ ഭജിക്കുകയും അവരുടെ ജീവിതം മുഴുവനും എനിക്ക് വേണ്ടി സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. ഇവർ ഉത്തമന്മാരായ യോഗയുക്തന്മാരാണെന്ന് ഞാൻ കരുതുന്നു. യേ ത്വക്ഷരമനിർദ്ദേശ്യം അവ്യക്തം പര്യുപാസത്തെ സർവത്ര ഗമചിന്യം ച കൂടസ്ഥമചലം ധ്രുവം സന്നിയമ്യേന്ദ്രിയഗ്രാമം സർവത്ര സമബുദ്ധയഃ തേ പ്രാപ്നുവന്തി മാമേവ സർവഭൂതഹിതേ രതാഃ. ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്നും പിന്തിരിപ്പിച്ച് അന്തർമുഖമാക്കി സർവത്ര സമബുദ്ധിയോടെ സർവജീവികളുടെയും നന്മയിൽ തൽപരരായ ആരാണോ സർവവ്യാപിയും അചിന്ത്യവും കൂടസ്ഥവും അചലവും ശാശ്വതവും അനിർദ്ദേശ്യവും അവ്യക്തവുമായ അക്ഷരബ്രഹ്മത്തെ എങ്ങും അറിഞ്ഞ് ഭജിക്കുന്നത് ആ നിർഗുണ ബ്രഹ്മോപാസകൻ ബ്രഹ്മമായ എന്നെ തന്നെ പ്രാപിക്കുന്നു. അല്ലയോ അർജുന, ജ്ഞാനികൾ അനശ്വരമായ നിരാകാര ബ്രഹ്മത്തെ ഗ്രഹിക്കുന്നതിന് ശ്രമിക്കുന്നു. എന്നാൽ മനസ്സിന്
തുളച്ചു കയറാൻ കഴിയാത്തതും ബുദ്ധിക്ക് പര്യവേക്ഷണം ചെയ്യാൻ സാധ്യമല്ലാത്തതുമായ ഇത് എങ്ങനെയാണ് ഇന്ദ്രിയങ്ങൾക്ക് ഗോചരീഭവിക്കുക? ഈ ബ്രഹ്മം പ്രത്യേക സ്ഥലപരിധിക്കുള്ളിലല്ലാത്തതുകൊണ്ട് അഗാധമായ അന്തർധ്യാനത്തിന് പോലും ഇത് അപ്രാപ്യമാണ്. ഇത് നിരാകാരവും എന്നാൽ എല്ലാ ആകാരത്തിലും എല്ലാ സ്ഥലങ്ങളിലും സ്ഥിതി ചെയ്യുന്നതുമാണെങ്കിലും വിചിന്തനം ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് മനസ്സ് സ്തംഭിച്ചു നിൽക്കുന്നു. ഇത് ഒരിക്കലും ജനിച്ചതല്ല, ഒരിക്കലും ജനിക്കുകയുമില്ല. ഇത് നിലനിൽക്കുന്നുവെന്നോ നിലനിൽക്കുന്നില്ലെന്നോ ആർക്കും പറയാൻ സാധ്യമല്ല. തന്മൂലം ഇതിനെ പ്രാപിക്കാനുള്ള എല്ലാ മാർഗങ്ങളും പ്രയോജനരഹിതങ്ങളാണ്. ഇത് അചലവും അചരവും അവ്യയവും അനന്തവുമാണ്. ഇത് മലിനപ്പെടുകയില്ല. യോഗികൾ അവരുടെ യോഗ ശക്തി കൊണ്ട് ഇതിനെ അവർക്ക് സ്വാധീനമാക്കിയിട്ടുണ്ട്. അവർ വിഷയസുഖങ്ങളുടെ മഹാഗണങ്ങളെ വൈരാഗ്യമാകുന്ന വന്യയിൽ എരിയിച്ചിട്ട് കത്തിക്കരിഞ്ഞ ഇന്ദ്രിയങ്ങളെ അസാമാന്യമായ ധീരതയോടെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീട് അവയെ ബാഹ്യവസ്തുക്കളിൽ നിന്ന് പിന്തിരിപ്പിച്ച് അന്തർമുഖമാക്കി ആത്മനിയന്ത്രണത്തിൻ്റെ പാശം കൊണ്ട് ബന്ധിച്ച് ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ തടവിലാക്കുന്നു. അനുയോജ്യമായ യോഗാസനം തിരഞ്ഞെടുത്ത് അപാനവായുവിൻ്റെ പുറത്തേക്കുള്ള വഴി അടച്ചിട്ട് മൂലബന്ധത്തിൻ്റെ കോട്ടകൊത്തളങ്ങൾ സൃഷ്ടിക്കുന്നു. അവർ സങ്കല്പങ്ങളുടെ ചങ്ങല പൊട്ടിച്ചെറിയുന്നു, ഭയത്തിൻ്റെ പാറക്കെട്ടുകൾ ഭഞ്ജിക്കുന്നു, നിദ്രാതമസിനെ നിശേഷം ഇല്ലാതാക്കുന്നു. മൂലബന്ധാസനത്തിൽ നിന്നുത്ഭവിക്കുന്ന ആന്തരികാഗ്നി ജ്വാലയിൽ ശരീരത്തിലെ സപ്തധാതുക്കളെയും എരിയിച്ചിട്ട് എല്ലാ വ്യാധികളുടെയും ശിരസ് ഒരു മാലയായി കോർത്ത് കൊത്തളങ്ങളിൽ ഉറപ്പിച്ചിട്ടുള്ള ഷഡ്ചക്രങ്ങളാകുന്ന പ്രാണായാമ പീരങ്കികളിൽ അണിയിക്കുന്നു. അതിനുശേഷം കുണ്ടലിനി ശക്തിയാകുന്ന ദീപയഷ്ടിയെ മൂലാധാര ചക്രത്തിൽ കൊളുത്തി അതിൻ്റെ വെളിച്ചത്തിൽ ശിരസ് വരെയുള്ള എല്ലാ ശരീരഭാഗങ്ങളെയും പ്രകാശിപ്പിച്ച് മൂർധാവിലുള്ള സഹസ്രാരത്തിലേക്കുള്ള വഴി തെളിയിക്കുന്നു. ആത്മനിയന്ത്രണമാകുന്ന ബലവത്തായ സാക്ഷ ഉപയോഗിച്ച് നവദ്വാരങ്ങളുടെയും വാതിലുകൾ അടച്ചിട്ട് സുഷുമ്നാ നാഡിയാകുന്ന ജനൽ തുറക്കുന്നു. അതിനുശേഷം സങ്കല്പങ്ങളാകുന്ന മേഷങ്ങളെയും മനസ്സാകുന്ന മഹിഷത്തെയും കൊന്ന് അവയുടെ ശിരസുകൾ പ്രാണശക്തിയാകുന്ന ചാമുണ്ടീശ്വരിക്ക് നിവേദ്യമായി അർപ്പിക്കുന്നു. പിന്നീട് വായുമാർഗങ്ങളായ ഇട, പിംഗല എന്നീ നാഡികൾ യോജിപ്പിച്ച് ഹൃച്ചക്രത്തിലുള്ള അനാഹത ശബ്ദം സോഹം സ്വരം പുറപ്പെടുവിപ്പിച്ച് സുധാകര ബിംബത്തിൻ്റെ അസാധാരണമായ സുധ നേടുന്നു. പിന്നീട് സുഷുമ്നാ നാഡി വഴിയായി ബ്രഹ്മരന്ധ്രത്തിലെത്തുന്നു. ആജ്ഞാചക്രത്തിലെ ദുർഘടമായ വഴികൾ ചവിട്ടിക്കയറി ചിദാകാശത്തിലെത്തുമ്പോൾ അവർ പരബ്രഹ്മവുമായി താതാത്മ്യം പ്രാപിക്കുന്നു. ഇപ്രകാരം സമബുദ്ധി നിറച്ച മനസ്സോടുകൂടി ബ്രഹ്മ സാക്ഷാത്കാരത്തിനു വേണ്ടി യോഗത്തിൻ്റെ ക്ലിഷ്ടമായ പാതയെ അവർ ആശ്രയിക്കുന്നു. ഇപ്രകാരമുള്ള ആത്മത്യാഗത്തിന് പകരമായി അവർ എൻ്റെ അവ്യക്ത സ്വരൂപത്തെ പ്രാപിക്കുകയും ഞാനുമായി താതാത്മ്യം പ്രാപിക്കുകയും ചെയ്യുന്നു. ഈ യോഗത്തിൻ്റെ ബലത്തിൽ വിശേഷപ്പെട്ട മറ്റെന്തെങ്കിലും കൂടുതലായി നേടാൻ അവർക്ക് കഴിയുമെന്ന് നീ വിചാരിക്കരുത്. അങ്ങനെ എന്തിനെങ്കിലും വേണ്ടിയുള്ള യോഗാനുഷ്ഠാനം കേവലം ഫലമില്ലാത്ത പ്രയത്നം മാത്രമായിരിക്കും. ക്ലേശോധികതരസ്തേഷാം അവ്യക്താസക്തചേതസാം അവ്യക്താഹി ഗതിർദുഃഖം ദേഹവദ്ഭിരവാപ്യതേ. ഇന്ദ്രിയങ്ങൾക്കോ മനസ്സിനോ പ്രാപിക്കാൻ കഴിയാത്ത നിർഗുണ ബ്രഹ്മത്തെ ഉപാസിക്കുന്ന അവർക്ക് ക്ലേശം വളരെ കൂടുതലായിരിക്കും. എന്തെന്നാൽ നിർഗുണോപാസനയിലെ നിഷ്ഠ ദേഹാഭിമാനികളായ സാധകർക്ക് വളരെ കഷ്ടപ്പെട്ടാൽ മാത്രമേ ലഭ്യമാവുകയുള്ളൂ. അല്ലയോ അർജുന, ഭക്തിമാർഗത്തിൽ കൂടിയല്ലാതെ നിരാലംബവും എല്ലാ ജീവജാലങ്ങൾക്കും നന്മ ചെയ്യുന്നതും അവ്യക്തവുമായ ബ്രഹ്മത്തെ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അവർക്ക് വളരെയേറെ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യേണ്ടി വരും. ഇന്ദ്രിയ പദങ്ങളും ഇന്ദ്രിയ ഭോഗങ്ങളും അമാനുഷ സിദ്ധികളും അനേക തരത്തിൽ അവരെ പ്രലോഭിപ്പിക്കും. കാമക്രോധാദികൾ അവർക്ക് വിവിധ തടസ്സങ്ങൾ സൃഷ്ടിക്കും. അവർക്ക് ശൂന്യതയുമായി മൽപിടുത്തം നടത്തേണ്ടി വരും. അവരുടെ ദാഹം കൊണ്ട് തന്നെ തീർക്കുകയും
വിശപ്പ് കൊണ്ട് തന്നെ ശമിപ്പിക്കേണ്ടിയും വരും. അവരുടെ ഇരു കൈകളും പ്രാണായാമ പ്രവർത്തനത്തിൽ വായുവിനെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കും. അവർ പകൽ സമയം സൂര്യതാപമേറ്റ് ഉറങ്ങേണ്ടി വരും. ഉന്നിദ്രാവസ്ഥയാണ് അവരുടെ വിശ്രമവേള. ഇന്ദ്രിയ നിഗ്രഹമാണ് അവരുടെ ആനന്ദാനുഭവം. അവരുടെ ഏക സുഹൃത്ത് പ്രകൃതി മാത്രമാണ്. അവർ കുളിരിൻ്റെ കുപ്പായം അണിയുന്നു, താപത്തിൻ്റെ വസ്ത്രങ്ങൾ ധരിക്കുന്നു, വർഷത്തിൻ്റെ വസതിയിൽ വസിക്കുന്നു. അവരുടെ ഈ ആചരണങ്ങളൊക്കെ പതിവ്രതയായ വിധവ പരമ്പരാചാരമനുസരിച്ച് തൻ്റെ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി ആത്മാഹുതി ചെയ്യുന്നത് പോലെയാണ്. എന്നാൽ ഈ യോഗികളുടെ കാര്യത്തിൽ കുടുംബനാഥനായ ഭർത്താവോ കുടുംബാചാരങ്ങളോ ഇല്ലെങ്കിലും അവർ അവരുടെ അനുഷ്ഠാനങ്ങൾ നിത്യനവങ്ങളായ കർമ്മങ്ങളിലൂടെ ആചരിക്കുന്നു. മരണവുമായുള്ള അവരുടെ പോരാട്ടം ഒരു നിരന്തര പ്രവൃത്തിയായി അനുദിനം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മരണത്തെക്കാളും മാരകമായ കാച്ചിക്കുറുക്കിയ വിഷം എന്തിനാണ് ഒരുവൻ കുടിക്കുന്നത്? ഒരു മല വിഴുങ്ങാൻ ശ്രമിച്ചാൽ വായി വലിഞ്ഞു കീറുകയല്ലേ അതിൻ്റെ ഫലം? അപ്രകാരം യോഗത്തിൻ്റെ വഴിയിൽ കൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നവർ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. ആലോചിച്ചു നോക്കൂ, പല്ലില്ലാത്ത ഒരുവൻ ഇരുമ്പ് പൊട്ടിച്ച് വിഴുങ്ങിയാലും അത് അവൻ്റെ വിശപ്പിനെ ശമിപ്പിക്കുകയില്ല, പ്രത്യുത മരണഹേതു ആവുകയും ചെയ്യും. പാരാവാരം നീന്തിക്കടക്കാനും നഭോമണ്ഡലം നടന്നു താണ്ടാനും ആർക്കും കഴിയുകയില്ല. യുദ്ധത്തിൽ ഒരു മുറിവ് പോലും ഏൽക്കാതെ ആർക്കെങ്കിലും സൂര്യമണ്ഡലം പിന്നിട്ട് വീരസ്വർഗം പ്രാപിക്കുവാൻ കഴിയുമോ? ഒരു മുടന്തന് മാരുതനുമായി മത്സരിക്കാൻ കഴിയാത്തതുപോലെ അഹന്ത നശിക്കാതെ ദേഹബുദ്ധി നിലനിൽക്കുന്ന ഒരു മനുഷ്യന് നിരവയവമായ ബ്രഹ്മത്തെ പ്രാപിക്കാൻ പ്രയാസമാണ്. ഉത്കടമായ ആഗ്രഹത്തോടെ ബ്രഹ്മത്തെ പ്രാപിക്കാൻ ശ്രമിക്കുന്ന അതിനായി കഠിനാധ്വാനം ചെയ്യുകയും വളരെയേറെ കഷ്ടപ്പാടുകൾ സഹിക്കുകയും ചെയ്യണം. എന്നാൽ ഭക്തിമാർഗത്തെ അവലംബിക്കുന്നവർ ഇപ്രകാരമുള്ള കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരുന്നില്ല.